നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാമതൊരു സീറ്റ് കൂടി വേണമെന്ന അവകാശവാദത്തിനിടെ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് മലപ്പുറത്ത് ചേരും. പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുടെ വസതിയിലാണ് യോഗം. മുസ്ലിം ലീഗ് എംഎൽഎമാരും എംപിമാരും യോഗത്തിൽ പങ്കെടുക്കും. 17 എംഎൽഎമാരും 3 എംപിമാരുമാണ് പാർട്ടിക്കുള്ളത്. മൂന്നാം സീറ്റിനായി കോൺഗ്രസിനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഇടയില്ല എന്നാണ് സൂചന. കോൺഗ്രസുമായി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗം ചർച്ച ചെയ്യും. ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള തീരുമാനമാകും യോഗത്തിൽ ഉണ്ടാവുക. സിറ്റിംഗ് എംഎൽഎമാർ ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം സ്വാഗതം ചെയ്ത് സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കൾ. ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് തീരുമാനം ആശ്വാസമാണ്. അതേസമയം സിറ്റിംഗ് എംപിമാരിൽ കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒഴികെ മറ്റെല്ലാവരും മത്സരിക്കുമെന്നാണ് സൂചന. ഉമ്മൻചാണ്ടി, അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ ഇത്തവണ മത്സരിക്കാൻ കെപിസിസി പരിഗണിച്ചത് ഈ 3 സിറ്റിംഗ് എംഎൽഎമാരെ ആയിരുന്നു. കെ.വി. തോമസ്, കെ. സുധാകരൻ, കെ.സി. വേണുഗോപാൽ ഈ 3 എംഎൽഎമാരെ 2009 ഇതുപോലെ ലോക്സഭയിലേക്ക് കയറ്റിവിട്ടിരുന്നു. ആ പാത പിന്തുടർന്ന് ഇത്തവണ കോൺഗ്രസ് പരിഗണിച്ച 3 സിറ്റിംഗ് എംഎൽഎമാർക്കും പക്ഷേ വിവിധ കാരണങ്ങളാൽ ലോക്സഭാ വെല്ലുവിളി ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. വിജയം ഏറെക്കുറെ ഉറപ്പുള്ള ഉമ്മൻചാണ്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് കളം മാറിച്ചവറ്റാൻ തീരെ താല്പര്യമില്ല. പരിഗണിച്ച മണ്ഡലങ്ങളിൽ ജയസാധ്യത തീരെയില്ലെന്നാണ് അടൂർ പ്രകാശിനെയും ഷാഫി പറമ്പലിനെയും വിഷമത്തിലാക്കി. അങ്ങനെയാണെങ്കിൽ എ.ഐ.സി.സിയുടെ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഉമ്മൻചാണ്ടി മത്സരിക്കുമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഉമ്മൻചാണ്ടിയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തിന് മേലൊരു സമ്മർദ്ദം ചെലുത്തില്ല. എ.ഐ.സി.സി തീരുമാനത്തെ ആവേശത്തോടെയാണ് ഈ സീറ്റുകൾ ലക്ഷ്യമിടുന്ന നേതാക്കൾ സ്വീകരിച്ചത്. കെട്ടുമുറുക്കി സീറ്റിനായി ഇവർ വീണ്ടും രംഗത്തിറങ്ങുകയും ചെയ്തു. സിറ്റിംഗ് എംപിമാർക്ക് സീറ്റ് കൊടുക്കാൻ ധാരണയായെങ്കിലും ചിലയിടത്തെങ്കിലും സീറ്റ് മോഹികൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ജയസാധ്യത എന്ന എ.ഐ.സി.സി മാനദണ്ഡമാണ് ഇവർക്കിപ്പോഴും പ്രതീക്ഷ നൽകുന്നത്. പി.സി.സി പ്രസിഡന്റുമാർ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വടകരയ്ക്ക് വേണ്ടിയുള്ള പിടിവലിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 25-നകം സ്ഥാനാർത്ഥി പട്ടിക കൈമാറാനാണ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. മുന്നിലുള്ളത് 2 ആഴ്ചയിൽ താഴെ മാത്രം. ഇതിനകം സീറ്റ് ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാവും സ്ഥാനാർത്ഥി മോഹികൾ. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ബൂത്തുതല സർവേക്കൊരുങ്ങി ബിജെപി. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തി വോട്ടുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. പ്രധാന കേന്ദ്രങ്ങളിൽ കേന്ദ്രഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ പ്രദർശനം ഉൾപ്പെടെ ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രഭരണ നേട്ടങ്ങൾ പരമാവധി ഉയർത്തിക്കാട്ടുകയാണ് ബിജെപിയുടെ തന്ത്രം. ഇതിനായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. ഈ മാസം 12 മുതൽ ബൂത്തുതല സർവേ ആരംഭിക്കും. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ സംസ്ഥാനത്തെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ദേശീയ നേതൃത്വം കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളെ നേരിട്ടെത്തി സന്ദർശിക്കും. ഓരോ ബൂത്തിലും ഇതിനായി 10-ലധികം വരുന്ന ചുമതലക്കാരെ നിശ്ചയിച്ചു കഴിഞ്ഞു. വളരെ നേരത്തെ തന്നെ സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരുന്നു. ഇതിനിടയിൽ വന്ന പ്രളയവും അതോടൊപ്പം തന്നെ ശബരിമല പ്രക്ഷോഭവും സംഘടനാ തലത്തിലുള്ള കൺസോൾട്ടേഷനെ കുറച്ച് ബാധിച്ചെങ്കിലും ഈ പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായിട്ടുള്ള അന്തരീക്ഷം പാർട്ടിക്ക് കൂടുതൽ ഗുണകരമായിട്ട് ഭവിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്രഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനായി പ്രധാന കേന്ദ്രങ്ങളിൽ വീഡിയോ പ്രദർശനം അടക്കം ഒരുക്കിയാണ് പ്രചരണം. ആദ്യഘട്ടത്തിൽ വോട്ടഭ്യർത്ഥിക്കുകയല്ല, മറിച്ച് കേന്ദ്ര പദ്ധതി നേട്ടങ്ങൾ വിശദീകരിക്കുകയാണ് തന്ത്രം. കേന്ദ്ര പദ്ധതി ഗുണഭോക്താക്കളുമായി നിരന്തര ആശയവിനിമയം നടത്തണമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഇതിലൂടെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഇവർ സ്വീകരിച്ചിരുന്ന നിലപാട്, കേന്ദ്രഭരണത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ വിലയിരുത്തൽ, വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. ജില്ലാ, മണ്ഡല, ബൂത്ത് അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കുന്ന ഈ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പിലെ തുടർ പ്രവർത്തനങ്ങൾ. എന്തുകൊണ്ട് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണം എന്നത് ജനങ്ങളെ ബോധിപ്പിക്കുകയാണ് ബി.ജെ.പിയുടെ പ്രചരണ ശൈലി. ഇതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനുള്ള ആദ്യത്തെ തന്ത്രം. തിരുവനന്തപുരത്ത് നിന്നും ടി.ജി. സജിത്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണങ്ങൾക്കിടയിൽ സിപിഎം പാർട്ടി പത്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത നടൻ മോഹൻലാൽ. മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം വേദി പങ്കിട്ടാണ് മോഹൻലാൽ മടങ്ങിയത്. കോട്ടയത്ത് ദേശാഭിമാനി സംഘടിപ്പിച്ച അക്ഷരമുറ്റം പരിപാടിയിലാണ് ഇരുവരും ഒരുമിച്ച് എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ തിരുവനന്തപുരത്ത് ബിജെപി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. സ്ഥാനാർത്ഥിയാകുവാൻ ബിജെപി നേതാക്കൾ മോഹൻലാലുമായി പലതവണ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തകളും പുറത്തുവന്നു. ദേശീയ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ മത്സരത്തിന് ഇല്ലെന്ന് മോഹൻലാൽ തന്നെ വ്യക്തമാക്കി. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയും മോഹൻലാലും ഒരേ വേദിയിലെത്തിയത്. കോട്ടയത്ത് ദേശാഭിമാനി സംഘടിപ്പിച്ച അക്ഷരമുറ്റം പരിപാടിയിലാണ് ഇരുവരും ഒരുമിച്ചെത്തിയത്.
പരിപാടി ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി ശാസ്ത്രീയ വിഷയങ്ങളിലൂന്നിയ കാര്യങ്ങൾക്കാണ് പരിഗണന നൽകിയത്. ഭാവനാത്മക കഥയുടെ ഭാഗമായിട്ടാണ് പുഷ്പവിമാനത്തെക്കുറിച്ച് രാമായണത്തിൽ പറയുന്നത്. സത്യമാണ്, കഥയല്ല, സത്യമാണ് എന്ന് പറയുന്നതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. യുക്തിചിന്തയും അറിവുമില്ലാത്ത ഒരു ജനതയെ സൃഷ്ടിച്ച് അവരെ കബളിപ്പിച്ച് തങ്ങളുടേതായ സ്വാർത്ഥ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. എന്നാൽ മോഹൻലാലിന്റെ പ്രസംഗം മറിച്ചായിരുന്നു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടുമുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് ഉപാസന. അതിൽ പ്രാർത്ഥനയുടെ അംശം കൂടിയുണ്ട്. ചെയ്യുന്ന കർമ്മങ്ങൾ നന്നാവണേ, സത്ഫലം ലഭിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അത്. പ്രസംഗത്തിൽ ഒരിടത്തും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഇരുവരുടെ ഭാഗത്തുനിന്നും ഒരു പരാമർശവും ഉണ്ടായില്ല. ഹൈദരാബാദിലെ സിനിമാ ലൊക്കേഷനിലെ തിരക്കുകൾക്കിടയിലാണ് മോഹൻലാൽ CPM പാർട്ടി പത്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയത് എന്നതും ശ്രദ്ധേയം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ CBI ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. ഷില്ലോങ്ങിലെ CBI ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ CBI അദ്ദേഹത്തെ 8 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. രാവിലെ 11 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി 8 മണിയോടെയാണ് പൂർത്തിയായത്. കേസുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ആദ്യ ദിവസം ലഭിച്ചതായാണ് CBI നൽകുന്ന സൂചന. ചോദ്യം ചെയ്യൽ വീഡിയോയിൽ ചിത്രീകരിക്കണമെന്ന് രാജീവ് കുമാർ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസ് തുടക്കത്തിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥനായിരുന്ന രാജീവ് കുമാർ തൃണമൂൽ നേതാക്കളെ രക്ഷിക്കാൻ തെളിവുകൾ നശിപ്പിച്ചുവെന്നാണ് ആരോപണം. ഇതേ തുടർന്നാണ് CBI ചോദ്യം ചെയ്യുന്നത്. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് MLA വെടിയേറ്റു മരിച്ചു. കൃഷ്ണഗഞ്ച് മണ്ഡലം MLA സത്യജിത് ബിശ്വാസാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിനു പിന്നിൽ BJP ആണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ബുൽബാരിയിൽ സരസ്വതി പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കവെ അജ്ഞാതരുടെ വെടിയേറ്റാണ് അനിൽ ബിശ്വാസ് കൊല്ലപ്പെട്ടത്. നിരവധി തവണ വെടിവെച്ച ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ബിശ്വാസിനെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവം നടക്കുമ്പോൾ മന്ത്രി രത്നാഘോഷ്, TMC ജൽപൈഗുരി ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ ദത്ത എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇവർക്ക് നേരെ അക്രമം ഉണ്ടായില്ല. 37-കാരനായ ബിശ്വാസ് ഏതാനും മാസങ്ങൾ മുമ്പാണ് വിവാഹിതനായത്. സംഭവത്തിന് പിന്നിൽ BJP ആണെന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. ആരോപണം BJP നിഷേധിച്ചു. ന്യൂസ് 18 ഡൽഹി. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരം തുടങ്ങിയ കന്യാസ്ത്രീകളുടെ സ്ഥലമാറ്റത്തെ ചൊല്ലി ജലന്ധർ രൂപതയിൽ ഭിന്നത. സ്ഥലമാറ്റം റദ്ദാക്കിയ അഡ്മിനിസ്ട്രേറ്ററെ തള്ളി രൂപതയുടെ PRO രംഗത്തെത്തി. തീരുമാനമെടുക്കേണ്ടത് മദർ ജനറലാണെന്നും PRO പീറ്റർ കാവുംപുറം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത സ്ഥലമാറ്റ നടപടി തന്നെ ഞെട്ടിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജലന്ധർ രൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ആഗ്നലോ ഇത് പിൻവലിക്കുന്നതായി അറിയിച്ചത്. ജനുവരി 16 കത്ത് കിട്ടിയിട്ടും മറുപടി നൽകാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. താൻ സ്ഥലത്തുണ്ടാകാതിരുന്നതിനാലാണ് ഇത് ശ്രദ്ധയിൽപ്പെടാതിരുന്നത്. സത്യം ജയിക്കുമെന്നും ബിഷപ്പ് ആഗ്നലോ പറയുന്നു. ബിഷപ്പിന്റെ ഈ കത്തിനെ തള്ളിയാണ് രൂപത PRO പീറ്റർ കാവുപുറം രംഗത്തെത്തിയത്. കന്യാസ്ത്രീകൾക്കെതിരായ നടപടി റദ്ദാക്കിയിട്ടില്ലെന്ന് PRO വാർത്താക്കുറിപ്പിൽ പറയുന്നു. നടപടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മദർ ജനറലാണ്. രൂപത സാധാരണയായി ഇക്കാര്യങ്ങളിൽ ഇടപെടാറില്ല. മാത്രമല്ല, കന്യാസ്ത്രീകൾക്കെതിരെ നടപടിയല്ല, മറിച്ച് അവരെ മഠങ്ങളിലേക്ക് തിരികെ ക്ഷണിക്കുക മാത്രമാണ് ഉണ്ടായതെന്നും പീറ്റർ കാവുപുറം പറയുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ് പീറ്റർ കാവുപുറം. അഡ്മിനിസ്ട്രേറ്ററെ തള്ളിയുള്ള PROയുടെ വാർത്താക്കുറിപ്പ് രൂപതയ്ക്കുള്ളിലെ തർക്കം കൂടി പരസ്യമാക്കുന്നതാണ്. കോട്ടയത്ത് സേവ് സിസ്റ്റേഴ്സ് ഫോറം നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ വെച്ചാണ് മഠത്തിലെ കന്യാസ്ത്രീകൾ തങ്ങൾക്കെതിരായ നടപടി പിൻവലിച്ച കാര്യം വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും ഇക്കാര്യത്തിൽ കത്തയച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ലെന്നും കന്യാസ്ത്രീകൾ പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം അനേകം പേർ സഭാധികാരികളുമായി ബന്ധപ്പെട്ടു. ഞങ്ങളുടെ സ്ഥലമാറ്റം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. SOS കൺവെൻഷനുകളും സമരപരിപാടികളും പ്രഖ്യാപിച്ചു. അതിൻ്റെ എല്ലാം ഫലമായി സർവശക്തന്റെ കാരുണ്യത്താൽ ഈ കേസ് നടപടികൾ തീരുന്നതുവരെ കുറവിലങ്ങാട് മഠത്തിൽ തന്നെ തുടരുവാൻ അനുവദിച്ചുകൊണ്ട് ബിഷപ്പ് ആഗ്നലോ ഞങ്ങൾക്ക് കത്തയച്ചു. അതേസമയം കന്യാസ്ത്രീകളുടെ സമരവേദിയിലേക്ക് ഇന്ത്യൻ കാത്തലിക് ഫോറം പ്രതിഷേധ മാർച്ച് നടത്തിയത് സംഘർഷത്തിന് കാരണമായി. ന്യൂസ് 18 കോട്ടയം.
വിവാദമായ വർക്കല ശിവഗിരി തീർത്ഥാടന സർക്യൂട്ടിന്റെ ഉദ്ഘാടനം ഇന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി അൽഫോൺസ് കണ്ണന്താനം നിർവഹിക്കും. സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് പദ്ധതി നടത്തുന്നതെന്നാരോപിച്ച് നേരത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ സ്വദേശി ദർശൻ പരിപാടിയുടെ ഭാഗമായിട്ടാണ് 67 കോടി ചെലവിൽ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 9-ന് ശിവഗിരിയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് സംസ്ഥാന സർക്കാർ പ്രതിനിധികൾ വിട്ടുനിൽക്കുമെന്നാണ് സൂചന. മതവിശ്വാസങ്ങൾ ഭരണഘടനയ്ക്ക് താഴെയാണ് എന്ന് മന്ത്രി KT ജലീൽ. വിശ്വാസമാണ് പ്രധാനമെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ഭരണഘടനയുണ്ടെങ്കിലേ വിശ്വാസ വൈവിധ്യങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂവെന്നും KT ജലീൽ പറഞ്ഞു. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച വഖഫ് സമ്മേളനത്തിലാണ് മന്ത്രി KT ജലീൽ ഭരണഘടനയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വിശ്വാസം ഭരണഘടനയ്ക്ക് താഴെയാണ്, മറിച്ചുള്ള വാദം അപകടകരമാണെന്നും മന്ത്രി പറഞ്ഞു. ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും ഭരണഘടന ഉണ്ടെങ്കിലേ ആർക്കും വിശ്വാസികളാകാൻ കഴിയും. ഫ്രാൻസിൽ അവിടുത്തെ ഭരണഘടനയനുസരിച്ച് ഒരു പൗരനും മതാഭിമുഖ്യമുള്ള ഒരു ചിഹ്നവും പരസ്യമായി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. വിശ്വാസം ഭരണഘടനയ്ക്ക് മുകളിലാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ഭരണഘടനയുണ്ടെങ്കിലേ വിശ്വാസത്തിന് നിലനിൽക്കാൻ കഴിയൂ. ഞാനിത് പറഞ്ഞത് പലപ്പോഴും നമ്മളും തെറ്റിദ്ധരിച്ചു പറയും, വിശ്വാസമാണ് പ്രധാനം, അത് ഭരണഘടനയുടെ മുകളിൽ നിൽക്കേണ്ടതാണ്. ഭരണഘടന ഉണ്ടെങ്കിലേ നമുക്ക് വിശ്വാസം നിലനിർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അത് അനുവദിക്കുന്ന ഒരു ഭരണഘടന. വിശ്വാസ വിഷയങ്ങളിൽ സ്വതന്ത്ര നിലപാടുകൾ തുറന്നു പറഞ്ഞതിന് നേരത്തെ സമസ്ത നേതാക്കൾ KT ജലീലിനെതിരെ വിമർശനമുന്നയിച്ചിരുന്നു. സ്ത്രീ പള്ളി പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭരണഘടനാ മൂല്യങ്ങൾക്കൊപ്പം നിൽക്കാനാവില്ലെന്നും സമസ്ത നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ജലീലിന്റെ പ്രസ്താവന. ന്യൂസ് 18 കോഴിക്കോട്. ഇരുട്ടിന്റെ ശക്തികൾ സമൂഹത്തിൽ കരുത്താർജിക്കുകയാണ് എന്ന് എഴുത്തുകാരൻ M. മുകുന്ദൻ. ഗാന്ധിജിയുടെ ചിത്രത്തിൽ പ്രതീകാത്മകമായി നിറയൊഴിച്ചത് ഇതിന്റെ തെളിവാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ കൃതി അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ സംസാരിക്കുകയായിരുന്നു M. മുകുന്ദൻ. ഇരുട്ടിന്റെ ശക്തികൾ ചരിത്രത്തെയും ഓർമ്മകളെയും ഭയക്കുന്നവരാണ്. എന്നാൽ ഇവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കരുത്താർജിക്കുകയാണെന്ന് M. മുകുന്ദൻ പറഞ്ഞു. ഇവർക്കെതിരെ കേരളത്തിലുൾപ്പെടെ പ്രതിരോധം പടുത്തുയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആത്മകമായിട്ടുള്ളൊരു പ്രതിരോധം നമ്മൾ പടുത്തുയർത്തേണ്ടതുണ്ട്. ഇത് മനുഷ്യഭാവിയുടെ പ്രശ്നമാണ്. ലോകം മുഴുവൻ വീണ്ടും ഹിറ്റ്ലർമാരുടെ കയ്യിലായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ലോകത്തിൻ്റെ ഗതിയെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. പക്ഷേ നമുക്ക് ലോകത്തെക്കുറിച്ച് മുഴുവൻ നമ്മൾ ചിന്തിക്കേണ്ട, നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇവിടെ നമ്മൾ പ്രതിരോധം പടുത്തുയർത്തണം. ലോകമാകെ സാഹിത്യാഭിരുചികൾ തന്നെ മാറിമറിയുകയാണ്. ഭ്രമാത്മകമായ കൽപ്പനകളിൽ നിന്നും സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് സാഹിത്യലോകം ഇറങ്ങി വന്നു. ഈ മാറ്റത്തിന് മുൻപേ നടക്കാൻ മലയാള സാഹിത്യത്തിന് കഴിഞ്ഞുവെന്നും മുകുന്ദൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണം സംഭവിച്ചു കഴിഞ്ഞിട്ടും ക്ഷേത്രത്തിൽ പോകാൻ വിലക്ക് കൽപ്പിക്കുന്നത് യുക്തിക്ക് നിരക്കാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതി പറയാണ് നിങ്ങൾ സ്ത്രീകളോട്, നിങ്ങൾ പോകുന്നു, നിങ്ങളുടെ അവകാശമാണത്, നിങ്ങൾ ശബരിമലയിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്നത് വേണ്ട ഞങ്ങൾക്ക് പോകണ്ട എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീ മുന്നേറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു കാര്യമാണ്, യുക്തിക്ക് പൊരുത്തപ്പെടാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പ്രതിരോധം. സിനിമാ ടിക്കറ്റിൽ 10% വിനോദ നികുതി ചുമത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്ന ബജറ്റ് നിർദ്ദേശത്തിനെതിരെ സിനിമാ സംഘടനകൾ ഇന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും. 100 രൂപയ്ക്ക് താഴെയുള്ള സിനിമാ ടിക്കറ്റിന് ഇപ്പോൾ 10%വും 100 രൂപയ്ക്ക് മുകളിലുള്ളതിന് 18%വുമാണ് നികുതി. എന്നാൽ സംസ്ഥാന ബജറ്റിലെ പുതിയ 10% നികുതി വരുന്നതോടെ ഇത് 28%മായി വർദ്ധിക്കും. ഇത് സിനിമാ മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്നാണ് ഫെഫ്ക അടക്കമുള്ള സിനിമാ സംഘടനകളുടെ നിലപാട്. സംസ്ഥാനത്തെ തീരാദുരിതത്തിലാക്കിയ പ്രളയകാലത്തിന്റെ ഓർമ്മകളിൽ നിന്നും മലയാളി ഇനിയും വിട്ടകന്നിട്ടില്ല. കൊച്ചിയിൽ കൃതി പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫോട്ടോ പ്രദർശനം ആ ഓർമ്മകളിലേക്കുള്ള യാത്രയാണ്. പ്രളയജലം ആർത്തലച്ചുവന്ന് സകലതും അപഹരിച്ച ആ നിമിഷങ്ങൾ ക്യാമറ കണ്ണുകളിൽ ഇപ്പോഴും മരവിച്ചു നിൽക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ക്യാമ്പുകളിലേക്ക് പോകുന്നവർ, കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിയവർ, സൈനികരുടെ രക്ഷാപ്രവർത്തനം, പുസ്തകങ്ങൾ ഉണങ്ങാനിടുന്ന കുട്ടികൾ, തകർന്നു വീണ വീട്ടിൽ നിന്നും അവശേഷിക്കുന്നവ പെറുക്കിയെടുക്കുന്നവർ, വഴുക്കലുള്ള വഴികളിൽ
പിച്ചവെച്ചു നടക്കുന്നവർ. അങ്ങനെ നോവിൻ്റെ മഴ ചാറുന്ന ചിത്രങ്ങളാണ് ഇവയെല്ലാം. മഴ മാറി മാനം വെളുത്തെങ്കിലും ഈ ഓർമ്മചിത്രങ്ങൾ മനസ്സിൽ ദുരന്തത്തിന്റെ പ്രളയപ്രവാഹമാകുന്നു. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം പൂജപ്പുരയിൽ വൃദ്ധയുടെ മാല കവർന്ന് കടന്ന പ്രതിയെ തന്ത്രപരമായി വലയിലാക്കിയ ട്രാഫിക് പോലീസുകാർക്ക് ആദരം. തിരുവനന്തപുരം സിറ്റി ട്രാഫിക്കിലെ ബിജുകുമാർ, ശരത് എന്നീ പോലീസുകാരെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആദരിച്ചത്. തിരുവനന്തപുരം പൂജപ്പുരയിൽ വഴി ചോദിക്കാനെന്ന വ്യാജേന വയോധികയുടെ മാല കവർന്ന ശേഷം രക്ഷപ്പെട്ട മോഷ്ടാവിനെ കുടുക്കിയത് ട്രാഫിക് പോലീസുകാരായ 2 ഉദ്യോഗസ്ഥരുടെ തന്ത്രപരമായ ഇടപെടലായിരുന്നു. ട്രാഫിക് ഉദ്യോഗസ്ഥനായ ബിജുവിന് പ്രതി ഓടിച്ചുപോയ വാഹനം കണ്ട് സംശയം തോന്നിയതാണ് പൂജപ്പുര സ്വദേശിയായ സജീവ് വലയിലാവാൻ കാരണം. സംഭവത്തെപ്പറ്റി ട്രാഫിക് ഉദ്യോഗസ്ഥനായ ബിജുവിന്റെ വാക്കുകൾ. ക്യാമറ ഡ്യൂട്ടിയിലുണ്ടെന്ന് ശരത്ചന്ദ്രൻ അത് കൃത്യമായി എൻ്റെ മൊബൈലിലിരിക്കും. അത് പരിശോധിച്ചപ്പോൾ ഇയാൾ തന്നെയാണ് ചെയ്യാൻ സാധ്യതയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വണ്ടി ഏതായാലും നോ പാർക്കിങ്ങിലാണ് ഇരിക്കുന്നത്, അത് സ്റ്റേഷനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫൈൻ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ സമാധാനപരമായിട്ട് നമ്മൾ ആ സ്റ്റേഷനിൽ കൊണ്ട് കയറ്റി. പക്ഷേ വയലൻ്റ് ആക്കി അയാൾ ഓടും. എന്നെ കൊണ്ട് കഴിയില്ല അയാളെ പിടിക്കുക. എന്നെക്കാളും നല്ല തടിയൊക്കെ ഉള്ള കക്ഷിയാണ്. അപ്പോൾ സ്റ്റേഷനകത്ത് കയറ്റിയത് ആ ഒരു പ്രത്യേക ഒരു ടെക്നിക്ക്. പ്രതി സജീവ് ഒരാഴ്ചക്കിടെ 3 മാല മോഷണമാണ് നടത്തിയതെന്ന് പോലീസിനോട് സമ്മതിച്ചു. പ്രതിയെ കണ്ടെത്താൻ സഹായിച്ച ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരായ ബിജുവിനെയും ശരത്തിനെയും സിറ്റി പോലീസ് കമ്മീഷണർ എസ് സുരേന്ദ്രൻ ആദരിച്ചു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സിറ്റിയിലെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത സംയുക്ത യോഗം നടന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തായ്ലാന്റിലെ ഉബോൾരത്ന രാജകുമാരിയുടെ പ്രധാനമന്ത്രി മോഹങ്ങൾക്ക് തടയിട്ട് വാജിര ലോങ്കോൺ രാജാവിന്റെ എതിർപ്പ്. ഉബോൾരത്ന രാജകുമാരിയുടെ നീക്കത്തിൽ ഇളയ സഹോദരൻ കൂടിയായ രാജാവ് എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ അവരെ പിന്തുണച്ച് രാഷ്ട്രീയ പാർട്ടി പിന്മാറുകയായിരുന്നു. ഇതോടെ മാർച്ച് 24 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പട്ടാളം പിന്തുണയ്ക്കുന്ന പ്രധാനമന്ത്രി പ്രയുത് ചാൻ-ഓച്ചയുടെ വിജയം അനായാസമായി. വെള്ളിയാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി പദത്തിലേക്ക് മത്സരിക്കുമെന്ന് രാജകുമാരി അറിയിച്ചത്. രാജാവ് എതിർപ്പ് പ്രകടിപ്പിച്ചതോടെ ഉബോൾരത്ന പിന്മാറുകയായിരുന്നു. പുതിയ പദവിയുടെ പകിട്ടിൽ തിളങ്ങുന്ന KC വേണുഗോപാൽ ആലപ്പുഴയിൽ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമോ? ജയസാധ്യതയുള്ള ജനറൽ സെക്രട്ടറിമാർക്ക് മത്സരിക്കാൻ AICC അനുമതി നൽകിയ സാഹചര്യത്തിൽ KC വേണുഗോപാലിന് തന്നെയാണ് സാധ്യത. മറുഭാഗത്ത് LDF ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. വനിതയോ സിറ്റിംഗ് MLAയോ ബഹുജന സംഘടനാ നേതാവോ തീരുമാനമായിട്ടില്ല. BJP ആകട്ടെ ആലസ്യത്തിലുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ കാറ്റാണ് ആലപ്പുഴ ജില്ലയിൽ എപ്പോഴും വീശുക. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പാവുമ്പോൾ ആ കാറ്റിന്റെ ഗതി ഭൂരിഭാഗം സമയവും വലത്തോട്ടാണ്. സിറ്റിംഗ് എംപിമാർക്ക് മത്സരിക്കാൻ അനുമതിയുണ്ടായിരുന്നെങ്കിലും സംഘടനയുടെ ചുമതല ലഭിച്ചതോടെ KC വേണുഗോപാലിന്റെ കാര്യത്തിൽ തീരുമാനം വീണ്ടും ഹൈക്കമാൻഡിന്റെ കോർട്ടിലായി. ജയസാധ്യതയുള്ള ജനറൽ സെക്രട്ടറിമാർ മത്സരിക്കണമെന്ന പുതിയ തീരുമാനം വന്നതോടെ ഇനി ആഗ്രഹിച്ചാലും KC വേണുഗോപാലിന് ഒഴിയാനാകില്ല. പരാജയഭീതി മൂലമെന്ന പഴി കേൾക്കേണ്ടി വരും. DCC മുന്നോട്ട് വയ്ക്കുന്നതും KCയുടെ പേര് തന്നെ. പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെങ്കിലും അദ്ദേഹം മറിച്ചൊരു കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഏറ്റവും ശക്തനായ ഒരു പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സർവ്വതാ യോഗ്യൻ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ പാർട്ടിയാണ് ഒഫീഷ്യലായി പ്രഖ്യാപിക്കുന്നത്, പാർട്ടിയാണ്. പക്ഷേ KC വേണുഗോപാലിന് ഈ ജില്ലയുടെ പാർട്ടിയുടെ പരിപൂർണമായ പിന്തുണയുണ്ട്, ജനങ്ങളുടെ പിന്തുണയുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാവാണ്. G. സുധാകരനും തോമസ് ഐസക്കുമായിരുന്നു LDFന്റെ ആദ്യ പേരുകൾ. പിന്നീട് അരൂർ MLA AM ആരിഫിന്റെയും CS സുജാതയുടെയും പേരുകൾ കൂടി വന്നു. MLAമാർ മത്സരിക്കേണ്ടതില്ലെന്ന് പ്രഖ്യാപിച്ച G. സുധാകരൻ സ്വന്തം പേരും AM ആരിഫിന്റെ സാധ്യതയും ഒരേ സമയം വെട്ടാൻ ശ്രമിച്ചു. എങ്കിലും KC വേണുഗോപാലിനോട് കിടപിടിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് AM ആരിഫിന് തന്നെയാണ് സാധ്യത. KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കാം. അതിനെ പറ്റിയൊരു കാൻഡിഡേറ്റ് ആയിരിക്കും നമ്മൾ നിർത്തുക. ആരാണ് സാധ്യത? ഡോക്ടർ KS മനോജിനെയും നടൻ മുരളിയെയും ഇറക്കി മുമ്പ് ആലപ്പുഴയിൽ പരീക്ഷണം നടത്തിയ CPM ഇത്തവണ പുതുമുഖത്തെ ഇറക്കിയാലും അത്ഭുതപ്പെടാനില്ല. ശബരിമല പ്രക്ഷോഭത്തിന്റെ ആവേശമൊന്നും ആലപ്പുഴയിൽ BJPയെ ആലസ്യത്തിൽ നിന്ന് ഇതുവരെ ഉണർത്തിയിട്ടില്ല. ജില്ലയിൽ സ്വാധീനമുള്ള BDJS ആകട്ടെ
മത്സരരംഗത്തുമില്ല. KC വേണുഗോപാൽ എന്ന പടക്കുതിരെ പിടിച്ചുകെട്ടാൻ AM ആരിഫ് എന്ന തുറുപ്പുചീട്ടാണ് ഇടതുപക്ഷം ഇറക്കുന്നതെങ്കിൽ ആലപ്പുഴയിൽ ഇത്തവണ നടക്കാൻ പോകുന്നത് തീപാറുന്ന ഒരു ഗ്ലാമർ പോരാട്ടം തന്നെയായിരിക്കും. ക്യാമറമാൻ കണ്ണൻ പ്രസേനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കേരളത്തിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കേണ്ട എന്ന് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചു. മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനാണ് മത്സരം കുറച്ച് സീറ്റുകളിലേക്ക് മാത്രമായി ഒതുക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റുകളിലാണ് പാർട്ടി മത്സരിച്ചിരുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാനത്ത് മത്സരിച്ചത് 15 മണ്ഡലങ്ങളിലാണ്. സാറാ ജോസഫും അനിത പ്രതാപും അടക്കം ചില പ്രമുഖരെ തന്നെ മത്സരരംഗത്ത് ഇറക്കുകയും ചെയ്തു. എന്നാൽ ഒട്ടും പ്രതീക്ഷ നൽകുന്നതായില്ല തെരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ട് തന്നെ ഇത്തവണ നാടാകെ മത്സരിക്കേണ്ടതില്ലെന്നാണ് തീരുമാനം. എല്ലാ സീറ്റിലും മത്സരിക്കുക അല്ലെങ്കിൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കുക എന്നത് അപ്രായോഗികമാണ് എന്നൊരു ചിന്ത ദേശീയ നേതൃത്വത്തിന് ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സീറ്റുകളിൽ മത്സരിക്കാനായിരിക്കും സാധ്യത. മത്സരം ലിമിറ്റ് ചെയ്തെങ്കിലും LDF-നെയോ UDF-നെയോ പിന്തുണയ്ക്കില്ല. പക്ഷെ BJP സ്ഥാനാർത്ഥികളുടെ തോൽവി ഉറപ്പാക്കുന്നതിന് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യും. അല്ല, ഏതെങ്കിലും മുന്നണിക്ക് LDF-നും UDF-നും അനുകൂലമായി നിലപാടെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ കേരളത്തിൽ ഇത് പറയുമ്പോഴും ചില മണ്ഡലങ്ങളിലെങ്കിലും BJP 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ BJP ജയിക്കാതിരിക്കാൻ അതിലേറ്റവും ഉയർന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യേണ്ടി വരും. അത് ഞങ്ങളുടെ പൊതു രാഷ്ട്രീയമാണ്. അതൊരു മുന്നണി നോക്കിയല്ല. ഇവിടെ LDF-നോടോ UDF-നോടോ നമുക്ക് യോജിച്ച് പിന്തുണ കൊടുക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമില്ല. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും ഇത്തവണ നിലപാട് ഇത് തന്നെയാണ്. കഴിഞ്ഞ തവണ 400-ലധികം സീറ്റുകളിൽ മത്സരിച്ചു. ഇത്തവണ അത് 100ഓളം സീറ്റുകളിലായിരിക്കുമെന്നും CR നീലകണ്ഠൻ വ്യക്തമാക്കി. SS ശരൺ, ന്യൂസ് 18 കൊച്ചി.